എവരിവൺ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വലിയ ഡ്രീംസ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും അല്ലേ? ഇന്നതൊക്കെ ആവണം അല്ലേ, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനെ പല പല ഡ്രീംസ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഫൗണ്ടേഷൻ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ബ്രോഷേഴ്സും ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ 7th ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ മാത്സിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ അറിയാം അല്ലേ? എക്സാം ഓഫ്ലൈൻ ആയിട്ടുള്ള എക്സാം വരുന്നത് സെപ്റ്റംബർ 29 തീയതിയാണ്. അതുപോലെ ഓൺലൈൻ എക്സാം വരുന്നത് ഒക്ടോബർ 27 തീയതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ ആ എക്സാമിന് വേണ്ടി നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ പോർഷൻസ് ആണ് മാത്സിൽ നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ആംഗിൾസ് ആണ് അല്ലേ? അപ്പോൾ ആംഗിൾസ് എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾ 6th സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്നതാണ്. എന്താണ് ആംഗിൾ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലേ? അതുപോലെ എത്ര ടൈപ്സിലുള്ള ആംഗിൾസ് ഉണ്ട്, പല ടൈപ്പുള്ള ആംഗിൾസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? അക്യൂട്ട് ആംഗിൾ ഉണ്ട്, റൈറ്റ് ആംഗിൾ ഉണ്ട്, ഒബ്റ്റ്യൂസ് ആംഗിൾ ഉണ്ട്, റിഫ്ലെക്സ് ആംഗിൾ, സ്ട്രെയിറ്റ് ആംഗിൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആംഗിൾസ് എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം, ടൈപ്സ് ഓഫ് ആംഗിൾസ് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസിൻ്റെ പ്രത്യേകതകൾ എന്താണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണ്, ലീനിയർ പെയർ എന്താണ് എന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാണ് നമ്മുടെ ആംഗിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് നമ്മുടെ ആവറേജ് ആണ് അല്ലേ? ആവറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, സം ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണോ അതാണ് നമ്മൾ ആവറേജ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഡീപ്പായിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആവറേജ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മീൻ, അതുപോലെ തന്നെ റേഞ്ച് മോഡ് എന്നുള്ള കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലൂടെ നിങ്ങൾ ഈ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ ഡാറ്റ ഹാൻഡ്ലിങ്ങിലാണ് നിങ്ങൾ മീനും അതുപോലെ തന്നെ റേഞ്ച് മോഡും ഒക്കെ പഠിക്കുന്നത്. അതും കൂടെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പം ആവറേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് നോക്കുക. അതിൽ റിലേറ്റ് ചെയ്ത് പ്രോബ്ലംസ് ആയിരിക്കും എപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നോയിങ് അവർ നമ്പേഴ്സ് ആണ് അല്ലെ? 6th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് നോയിങ് അവർ നമ്പേഴ്സ് അല്ലെ? അപ്പോൾ നമ്പർ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് അവിടെ അറിയേണ്ടത്. ഓക്കെ, അതായത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ അതുപോലെ തന്നെ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ, ഇത് രണ്ടും എന്താണ്, കോമ വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പം അതൊക്കെ എന്താണ് അല്ലെ, എങ്ങനെയാണ് നമ്മൾ വായിക്കുക, അതുപോലെ തന്നെ അവരെ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് കുറേ ഡിജിറ്റ്സ് തരുവാണ്, അതിനകത്ത് നമുക്ക് മാക്സിമം എത്ര നമ്പേഴ്സ് ഫോം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഒക്കെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സിനെ കമ്പയർ ചെയ്യുക എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് വരുന്നത് നമ്മുടെ ഹോൾ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഹോൾ നമ്പേഴ്സ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്, ഹോൾ നമ്പേഴ്സ് എന്താണ്, ഇത് കാര്യം നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ ഈ ഹോൾ നമ്പേഴ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഹോൾ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് അറിഞ്ഞു വെക്കേണ്ടത്. നിങ്ങൾ നമ്പർ ലൈനിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഹോൾ നമ്പേഴ്സിന് പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് നിങ്ങൾ 7th സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്, കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നിർബന്ധമായിട്ടും ഈ ഹോൾ നമ്പേഴ്സിൽ പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പാരലൽ ലൈൻസ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം അല്ലെ, ലൈൻസ് വന്നിട്ട് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അല്ലെ, ഇപ്പോൾ 2 ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇതേപോലെ 2 ലൈൻസ് ആണ്, ഒരു വേറൊരു ലൈൻ വന്ന് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ കുറേ ആംഗിൾസ് മേക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? എത്ര ആംഗിൾസ് ആണുള്ളത്? 8 ആംഗിൾസ് ആണുള്ളത്. അപ്പോൾ അവർക്കൊക്കെ കുറച്ച് പ്രത്യേകതകളുണ്ട് അല്ലെ? അപ്പോൾ നമ്മൾ കുറേ പേരൊക്കെ പറയാറുണ്ട്, ഏതൊക്കെയാണ്? യെസ്, കറസ്പോണ്ടിങ് ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ആംഗിൾ അല്ലെ? ഓൾട്ടർനേറ്റ് ആംഗിൾ എങ്ങനെയാ? എക്സ്റ്റീരിയർ റൈറ്റും ഇന്റീരിയർ റൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ കോ ഇന്റീരിയർ ആംഗിൾ ഉണ്ട്, കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ട്. അപ്പം ഇതൊക്കെ എന്താണ് എന്നുള്ള കാര്യം നല്ല വൃത്തിയിൽ നോക്കി വെക്കുക. അപ്പം ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് നമ്മുടെ ഡെസിമൽസ് ആണ്. അപ്പോൾ ഡെസിമൽസിൽ മെയിൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണ് ഡെസിമൽ, ഏതൊക്കെയാണ്, എങ്ങനെ വരുമ്പോഴാണ് ഡെസിമൽ ഉണ്ടാവുക അല്ലേ? ഏതൊക്കെയാണ് ഡെസിമൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇനി ഡെസിമൽ ഓപ്പറേഷൻ, അതായത് ബൈ 100 ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, 1000 ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ അറിയണം. അതുപോലെ തന്നെ ഡെസിമൽസിൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ 2 ഡെസിമൽസ് തമ്മിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, 2 ഡെസിമൽസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ നിങ്ങൾ അറിഞ്ഞു വെക്കുക. അതേപോലെ ഡെസിമൽ ഓപ്പറേഷനിൽ ഹോൾ നമ്പേഴ്സ്, അതായത് ഡെസിമൽസും അതുപോലെ ഹോൾ നമ്പേഴ്സും തമ്മിലുള്ള ഓപ്പറേഷൻ അറിഞ്ഞു വെക്കുക. അതായത് ഒരു ഹോൾ നമ്പറും ഡെസിമലും കൂടെ എങ്ങനെയാണ് ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ അറിഞ്ഞു വെക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡെസിമൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഇൻറ്റിജേഴ്സ് ആണ് അല്ലെ? നിങ്ങൾ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്, ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇൻറ്റിജേഴ്സിൽ നിങ്ങൾക്ക് അറിയാം, അതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് ഇൻറ്റിജേഴ്സിന്റെ ഓപ്പറേഷൻസ് ആണ് അല്ലെ? അതായത് ഇൻറ്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക,
സംഭവിക്കുക, ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക എന്നുള്ളതാണ്. അവിടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ സയൻസ് വരുന്നുണ്ട്. അതാണ് ആഡ് ചെയ്യുമ്പം 2 പ്ലസുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ്, 2 നെഗറ്റീവ്സ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ അറിയേണ്ടത്. അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് അല്ലെ, ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ്, അതുപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, ഈ പ്രോപ്പർട്ടീസും നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതാണ് നമ്മുടെ ഇൻറ്റിജേഴ്സിലെ ഹോളായിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ ഫ്രാക്ഷൻസിനായിട്ട് മെയിൻ ആയിട്ട് നമുക്ക് ഫ്രാക്ഷൻസ് എങ്ങനെയാണെന്ന് അറിയാം അല്ലെ, ഏത് ഒരു ഫോമിലാണ് ഫ്രാക്ഷൻസ് ഉള്ളത്. ഓക്കെ, അതേപോലെ ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് നമുക്ക് അറിയാം, ഏതൊക്കെയാണ് നമ്മുടെ ഫ്രാക്ഷൻസ് വരിക. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫ്രാക്ഷൻ ഉണ്ട്, ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫ്രാക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ മിക്സഡ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ഉണ്ട് അല്ലെ. അങ്ങനെ ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ മിക്സഡ് ആയിട്ടുള്ള ഫ്രാക്ഷനെ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വരുന്നത് ഫ്രാക്ഷൻസിലെ ഓപ്പറേഷൻസ് ആണ്. 2 ഫ്രാക്ഷൻ നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, അതുപോലെ സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അതേപോലെ ഫ്രാക്ഷൻസും ഹോൾ നമ്പേഴ്സും തമ്മിലുള്ള ഓപ്പറേഷൻസ് പഠിക്കുക. ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷൻ നമ്പർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ പഠിച്ചു വെക്കുക. ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഫ്രാക്ഷൻസിലുള്ളത്. അപ്പോൾ നിങ്ങളത് നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ട്രയാങ്കിളും അതിൻ്റെ പ്രോപ്പർട്ടീസും ആണ്. ഓക്കെ, ട്രയാങ്കിൾസ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ട്രയാങ്കിൾസിൽ നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഏതൊക്കെ ട്രയാങ്കിൾസ് ഉണ്ട്? മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾഡ് ആയിട്ടുള്ള ട്രയാങ്കിളിനെ കുറിച്ചാണ്. അപ്പം അത് മൂന്നും കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും ഓർത്ത് വെക്കുക എന്തൊക്കെയാണ് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ആംഗിൾ സം പ്രോപ്പർട്ടി അല്ലെ, ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ സം എല്ലാവർക്കും അറിയാം 180 ഡിഗ്രി ആണ്. അപ്പം ആംഗിൾ സം പ്രോപ്പർട്ടി എന്താണെന്നുള്ള കാര്യം പഠിച്ചു വെക്കുക. അതേപോലെ എക്സ്റ്റീരിയർ ആയിട്ടുള്ള ആംഗിൾ അല്ലെ, ട്രയാങ്കിളിൽ എക്സ്റ്റീരിയർ ആയിട്ടുള്ള ആംഗിൾ ഉണ്ടല്ലോ, അവരുടെ സം എന്താണ്, അപ്പം അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്താണ് എന്നുള്ള കാര്യം കൂടെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ പൈതഗോറസ് തിയറം ആണ് അല്ലെ. അപ്പോൾ എല്ലാവർക്കും അത് എന്താണെന്നുള്ള കാര്യം അറിയാം അല്ലെ. അപ്പോൾ പൈതഗോറസ് എന്താണെന്നുള്ള കാര്യം, ആ തിയറം എന്താണെന്നുള്ള കാര്യം എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസിൽ പഠിച്ചു വെക്കണം. അപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ പൈതഗോറസ് തിയറം വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൂടെ പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഉള്ളത് നമ്മുടെ ഡാറ്റ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഡാറ്റ ഹാൻഡ്ലിംഗിൽ മിസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മീൻ കാണാൻ വേണ്ടി അല്ലെ, മീൻ, മോഡ്, റേഞ്ച്, ഈ കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം അറിഞ്ഞു വെക്കണം അല്ലെ. ആവറേജ് കാണാനുള്ള മെത്തേഡ്സ് ആണ് മീൻ, മോഡ് ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത്. ഇതിൽ പിന്നെ നിങ്ങൾ അറിയേണ്ട കാര്യം നമുക്ക് പിക്ടോഗ്രാഫ് ഉണ്ട്, അതുപോലെ തന്നെ ബാർ ഗ്രാഫ് ഉണ്ട്, ഡബിൾ ബാർ ഗ്രാഫ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കില്ല അല്ലേ. അപ്പം ഇത് റിലേറ്റ് ചെയ്തിട്ട് ഗ്രാഫ് നോക്കിയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന മോഡലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പം അതും കൂടെ ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് നമ്മുടെ ബേസിക് ജോമെട്രിക്കൽ ഐഡിയാസ് ആണ്. അതായത് നിങ്ങൾ ജോമെട്രി ഒരു 6th സ്റ്റാൻഡേർഡ് മുതലേ ഇങ്ങനെ പഠിക്കുന്നതാണല്ലേ, 5th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ കാര്യങ്ങൾ നിങ്ങൾ എന്താണ്, ലൈൻ എന്താണ്, റേസ് എന്താണ്, ഓക്കെ, ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങൾ, അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് പോളിഗൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ആണ്, എന്താണ് പോളിഗൺ എന്ന് ആദ്യം അറിയണം അല്ലേ. അപ്പം ഏതൊക്കെയാണ് പോളിഗൺ? ട്രയാങ്കിൾ ആണോ, അതിൽ സർക്കിൾ വരുമോ? സർക്കിൾ വരില്ല അല്ലേ. അപ്പോൾ പോളിഗൺ ഏതാണ് എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ട്രയാങ്കിൾ നമുക്കറിയാം അല്ലെ, ക്വാഡ്രിലാറ്ററൽ നമുക്കറിയാം ഒരു പോളിഗൺ ആണെന്നുള്ള അറിയാം, പെൻറ്റഗൺ, ഹെക്സൺ, ഇതൊക്കെ എന്താണ്, പോളിഗൺസ് ആണെന്നുള്ള കാര്യം അറിയാം അല്ലെ. അപ്പോൾ ഇവർക്കൊക്കെ എത്ര സൈഡ് ഉണ്ട് അല്ലെ, ഇവരുടെയൊക്കെ ആംഗിൾസ് എങ്ങനെയാണ്, എത്ര ആംഗിൾസ് ഉണ്ട്, എത്ര വെർട്ടിസസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കി വെക്കാം. അപ്പോൾ പോളിഗൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബേസിക് ജോമെട്രിക്കൽ ഐഡിയാസിൽ. അപ്പോൾ അത് മെയിനായിട്ടൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അല്ലേ. അപ്പം എങ്ങനെയാണ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക, ഓക്കെ, ഏതൊരു നമ്പറിൻ്റെയും പെർസെൻറ്റേജ് എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കുക. ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ഒരു ഭാഗം പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുക, ലോസ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കാണുക എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വൃത്തി പഠിക്കുക. ഇനി നമ്മൾ ഫ്രാക്ഷനെ എങ്ങനെയാണ് പെർസെൻറ്റേജിലോട്ട് മാറ്റുക, അതുപോലെ തന്നെ നേരെ തിരിച്ച് അല്ലേ, പെർസെൻറ്റേജിനെ എങ്ങനെയാണ് ഫ്രാക്ഷനിലോട്ട് മാറ്റുക, അതുപോലെ തന്നെ ഒരു ഡെസിമലിനെ എങ്ങനെയാണ് പെർസെൻറ്റേജ് ആക്കുക, പെർസെൻറ്റേജ് എങ്ങനെയാണ് നമ്മൾ ഡെസിമലിലോട്ട് പറയുക എന്നുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ റേഷ്യോ ഓഫ് പെർസെൻറ്റേജ് എന്ന് പറയുന്നൊരു പാർട്ടുണ്ട്, അതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് ഈ ടോപ്പിക്സ് ഒക്കെ പഠിച്ചു വെക്കുക. വളരെ ഈസി ആണ് അല്ലേ. പക്ഷേ മാത്സ് എന്ന് പറയുമ്പം എല്ലാവർക്കും കുറച്ചൊരു പേടി ഉണ്ടാവും. അത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് അടുത്ത കൊല്ലം ഇവിടെ എല്ലാവരെയും കണ്ടുമുട്ടാൻ സാധിക്കട്ടെ എന്ന് മിസ് ആശംസിക്കുകയാണ്. നമുക്ക് കാണാം.
എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.